നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 2024 LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നതാണ് ആരവല്ലി പർവ്വതനിര. എന്താ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ? ആരവല്ലി പർവ്വതനിരയെ കുറിച്ചാണ്. LGS ബേസ്ഡ് ആണ് പറയുന്നത്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആരവല്ലി പർവ്വതനിര ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ഹിമാലയമാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. മിക്ക സുഹൃത്തുക്കൾക്കും തെറ്റുന്ന പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്നത് ആരവല്ലി പർവ്വതനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം സുഹൃത്തുക്കൾ പഠിച്ചുകൊള്ളുക, 1722 മീറ്റർ. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം എത്രയാണ്? 1722 മീറ്റർ ആണ്. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണ് ചോദിക്കുന്നെങ്കിൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കണേ, കൺഫ്യൂഷൻ വേണ്ട. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ചോദിച്ചാൽ അത് ദിൽവാര ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിലാണ്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇങ്ങനെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. ആരവല്ലി പർവ്വതനിരയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ചോദിച്ചാൽ അത് ഹിമാലയമാണ്. കൺഫ്യൂഷൻ ആവരുത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി കാണപ്പെടുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്നത്
ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം എത്രയാ സുഹൃത്തുക്കളെ? 1722 മീറ്റർ ആണ്. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിന്റെ ഭാഗമായി. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ആണ്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. പഠിക്കുക. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാന. പഠിക്കുക. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ഇതിലെ 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വരുന്നുണ്ട്. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ആവരുത്. പഠിക്കാൻ വേണ്ടി ഒന്നിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്. അതിനോടൊപ്പം നമ്മൾ ആരെയും പഠിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹിനെ പഠിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ഈ പോയിന്റ് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ അങ്ങ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ പ്രദേശങ്ങൾ നമുക്ക് അങ്ങ് പഠിക്കാം. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, ആര്യയുടെ എന്ന് വെച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ആര്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ 3 അതിനോടൊപ്പം ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. മൊത്തം 4 പ്രദേശങ്ങളിലൂടെയാണ് ആരവല്ലി പർവ്വതനിര കടന്നു പോകുന്നത്. നമുക്കപ്പോ അതിന്റെ കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം. ജി ആര്യയുടെ രാജ ഡി ഹരിയാണെന്നാണ് നമ്മുടെ കോഡ്. ഇതിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി പർവ്വതനിര, രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി, ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിന്ധ്യ പർവ്വതനിര. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വിന്ധ്യ പർവ്വതനിരയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര വിന്ധ്യ പർവ്വതനിരകളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് വിന്ധ്യ പർവ്വതനിരയാണ്. വിന്ധ്യ, സത്പുര പർവ്വതനിരകൾ ഒരു കാരണവശാലും ഒന്നിച്ച് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. വിന്ധ്യ പർവ്വതനിരകൾ സെപ്പറേറ്റ് പഠിക്കണം, സത്പുര പർവ്വതനിരകളും സെപ്പറേറ്റ് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. പല സുഹൃത്തുക്കളും വിന്ധ്യ, സത്പുര മലനിരകൾ ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഉറപ്പായും നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ വിന്ധ്യ പർവ്വതനിരയെ കുറിച്ച് നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വതനിരയാണ്. മറക്കരുത്. വിന്ധ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഓപ്ഷനകത്ത് സത്പുര ഉണ്ടായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ പഠിക്കുന്ന പോയിന്റുകളെല്ലാം വ്യക്തമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഗംഗാ സമതലത്തെ തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് വിന്ധ്യ പർവ്വതനിരകളാണ്. ഗംഗാ സമതലത്തെ തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വതനിരകളാണ്. ഇൻഡോ ഗംഗാ സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത് വിന്ധ്യ പർവ്വതനിരയാണ്. ഇൻഡോ ഗംഗാ സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വതനിരകളാണ്. യമുനയുടെ പോഷക നദികളായ ചമ്പൽ, കെൻ, ബേത്വ എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് വിന്ധ്യ പർവ്വതനിര ചോദിച്ചിട്ടുണ്ട്. യമുനയുടെ പോഷക നദികളായിട്ടുള്ള ചമ്പൽ, കെൻ, ബേത്വ എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിന്ധ്യ പർവ്വതനിരയിൽ നിന്നാണ്. ആരവല്ലിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട പർവ്വത ഭാഗങ്ങളിൽ നിന്നാണ് വിന്ധ്യ പർവ്വതനിര പിറവിയെടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. അതുകൊണ്ടാണ് പറഞ്ഞത് ആരവല്ലി പർവ്വതനിരകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട പർവ്വത ഭാഗങ്ങളിൽ നിന്നാണ് വിന്ധ്യ പർവ്വതനിര രൂപപ്പെട്ടത് അല്ലെങ്കിൽ പിറവിയുണ്ടായത്. വിന്ധ്യ പർവ്വതത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സദ്ഭാവന ശിഖർ. പഠിച്ചോളനെ. വിന്ധ്യ പർവ്വതനിരയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സദ്ഭാവന ശിഖർ എന്ന് പറയുന്നത്. ഗുഡ്വിൽ കൊടുമുടി എന്നറിയപ്പെടുന്നത് സദ്ഭാവന ശിഖറാണ്. ഗുഡ്വിൽ കൊടുമുടി എന്നറിയപ്പെടുന്നത് സദ്ഭാവന ശിഖറാണ്. വിന്ധ്യ പർവ്വതനിര കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. പ്രീവിയസ് ചോദ്യമാണ്.
വിന്ധ്യാ പർവ്വതനിര കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് രാജസ്ഥാൻ കൊടുത്തിരിക്കും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിക്കുക. വിന്ധ്യാ പർവ്വതനിര കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. എടുത്തു പഠിച്ചോളുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര വിന്ധ്യാ പർവ്വതനിരകളാണ്. ഗംഗാ സമതലത്തെ തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യാ പർവ്വതനിരകളാണ്. ഇൻഡോ ഗംഗാ സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് ചോദിച്ചാലും വിന്ധ്യാ പർവ്വതനിരയാണ്. യമുനയുടെ പോഷക നദിയായ ചമ്പൽ, കെൻ, ബേത്വ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ അത് വിന്ധ്യാ പർവ്വതനിരയാണ്. ആരവല്ലിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട പർവ്വത ഭാഗങ്ങളിൽ നിന്നാണ് വിന്ധ്യാ പർവ്വതനിര രൂപം കൊണ്ടത് അല്ലെങ്കിൽ പിറവിയെടുത്തതെന്ന് കരുതപ്പെടുന്നു. വിന്ധ്യാ പർവ്വതനിരയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സദ്ഭാവന ശിഖറാണ്. സദ്ഭാവന ശിഖറാണ് അല്ലെങ്കിൽ ഗുഡ്വിൽ കൊടുമുടി എന്ന പേരിൽ അറിയപ്പെടുന്നത് സദ്ഭാവന ശിഖറാണ്. ഗുഡ്വിൽ കൊടുമുടി എന്നറിയപ്പെടുന്നത് സദ്ഭാവന ശിഖറാണ്. അതുപോലെ വിന്ധ്യാ പർവ്വതനിര കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. പഠിക്കുക. വിന്ധ്യാ പർവ്വതനിര കടന്നു പോകാത്ത സംസ്ഥാനം നമ്മൾ രാജസ്ഥാനാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്നതെന്ന്. മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഉത്തർപ്രദേശ് ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലൂടെയാണ് വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്നത്. വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങള് മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഉത്തർപ്രദേശ്. ചില പുസ്തകങ്ങളിൽ മധ്യപ്രദേശും ഗുജറാത്തും ഛത്തീസ്ഗഡും മാത്രമേ കാണുള്ളൂ. പക്ഷെ ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഏകദേശം തെക്കു പടിഞ്ഞാറ് പ്രദേശത്ത് കൂടി വിന്ധ്യാ പർവ്വതനിരകൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചേ പറ്റൂ. വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഉത്തർപ്രദേശ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. വിന്ധ്യാ പർവ്വതനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഉത്തർപ്രദേശ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു ഈസി കോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. നമ്മുടെ കോഡ് ഇതാണ്. MB വിദ്യയ്ക്ക് UGC കിട്ടി എന്നങ്ങ് പഠിക്കുക. MB വിദ്യയ്ക്ക് UGC കിട്ടി എന്നങ്ങ് പഠിക്കുക. MB വിദ്യയ്ക്ക് UGC കിട്ടി എന്നങ്ങ് പഠിക്കുക. ഇതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിനെ സൂചിപ്പിക്കുന്നു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിനെ സൂചിപ്പിക്കുന്നു. വിന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാ പർവ്വതനിര തന്നെയാണ്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ഒരു കാരണവശാലും മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കോഡ് ഒന്നുകൂടി പറയാം. വിന്ധ്യാ മലനിരകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാല് കോഡ് ഇത്രയേ ഉള്ളൂ. MB വിന്ധ്യയ്ക്ക് UGC കിട്ടി എന്നങ്ങ് പഠിക്കുക. MB വിന്ധ്യയ്ക്ക് UGC കിട്ടി എന്നങ്ങ് പഠിക്കുക. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ, വിന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാ പർവ്വതനിര, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സത്പുര പർവ്വതനിരകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു വിന്ധ്യാ പർവ്വതനിരയും സത്പുര പർവ്വതനിരയും സെപ്പറേറ്റ് തന്നെ പഠിച്ചോളണം. തമ്മിൽ ഒന്നിച്ച് പഠിക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നു സത്പുര പർവ്വതനിരകൾ. വിന്ധ്യാ പർവ്വതനിരയ്ക്ക് തെക്കുവശത്തായി സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് സത്പുര പർവ്വതനിര. അതായത് വിന്ധ്യാ പർവ്വതനിര എങ്ങനെ പോകുന്നോ അതേ ദിശയിൽ തന്നെ വിന്ധ്യാ പർവ്വതനിരയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് സത്പുര പർവ്വതനിരകൾ. നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര പർവ്വതനിര. നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര പർവ്വതനിരയാണ്. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സത്പുര പർവ്വതനിരയാണ്. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സത്പുര പർവ്വതനിരയാണ്. സത്പുര പർവ്വതനിരയുടെ ഭാഗമായി മധ്യപ്രദേശിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് പച്ചമാർഗി. പ്രീവിയസ് ചോദ്യമാണ്. സത്പുര പർവ്വതനിരയുടെ ഭാഗമായി മധ്യപ്രദേശിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് പച്ചമാർഗിയാണ്. സത്പുര പർവ്വതത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് പച്ചമാർഗിയാണ്. അല്ലെങ്കിൽ സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? പച്ചമാർഗിയാണ്. സത്പുര പർവ്വതനിരയുടെ റാണി അല്ലെങ്കിൽ സത്പുരയുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് പച്ചമാർഗിയാണ്. അതുപോലെ തന്നെ PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അസീർഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുര മലനിര. അസീർഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? സത്പുര മലനിരയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വിന്ധ്യാ പർവ്വതനിരയ്ക്ക് തെക്കുവശത്തായി വിന്ധ്യാ പർവ്വതനിര എങ്ങനെ പോകുന്നു അതിന് സമാന്തരമായി പോകുന്ന പർവ്വതനിരയാണ്
സത്പുര പർവ്വതനിര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവർ രണ്ടുപേരെയും കൂടെ ചേർത്ത് വിന്ധ്യ സത്പുര പർവ്വതനിരകൾ എന്ന് പറഞ്ഞ് പല ടെക്സ്റ്റ് ബുക്കുകളിലും ഒന്നിച്ചു കൊടുക്കാനുള്ള കാരണം കേട്ടോ. പക്ഷെ നമ്മുടെ പഠനാർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും സെപ്പറേറ്റ് തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര പർവ്വതനിര. നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് സത്പുര പർവ്വതനിരയാണ്. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സത്പുര പർവ്വതനിര. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത് സത്പുര പർവ്വതനിരയാണ്. സത്പുര പർവ്വതനിരയുടെ ഭാഗമായി മധ്യപ്രദേശിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രം പച്ചുമാർഗി. സത്പുര പർവ്വതനിരയുടെ ഭാഗമായിട്ട് മധ്യപ്രദേശിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് പച്ചുമാർഗി. സത്പുര പർവ്വതനിരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ചുമാർഗിയാണ്, അല്ലെങ്കിൽ സത്പുരയുടെ തന്നെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം പച്ചുമാർഗിയാണ്. അസീർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുര മലനിരകൾ. അസീർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? സത്പുര മലനിരയാണ് പഠിക്കുക. സത്പുര പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ സത്പുര പർവ്വതനിര കടന്നു പോകുന്നത്. സത്പുര പർവ്വതനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 4 ആരൊക്കെയാണത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ എൻഡിൽ കൂടി ആര് കടന്നു പോകുന്നുണ്ട്? സത്പുര പർവ്വതനിര കടന്നു പോകുന്നുണ്ട്. കൺഫ്യൂഷൻ ആകരുത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ ബോർഡറിൽ വെച്ചിട്ട് സത്പുര പർവ്വതനിര അവിടെ സ്റ്റോപ്പ് ആകുന്നു. പക്ഷേ വിന്ധ്യ പർവ്വതനിര അതും കടന്ന് എന്ത് ചെയ്യും? മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. വിന്ധ്യ പർവ്വതനിര അതും കടന്ന് മുന്നോട്ട് പോയി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഉത്തർപ്രദേശിന്റെയും അതുപോലെ തന്നെ ബീഹാറിന്റെയും ബോർഡർ വരെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വിശദമായിട്ട് പിന്നൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ സത്പുര പർവ്വതനിര സ്ഥിതി ചെയ്ത സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഈസി കോഡ് പറഞ്ഞു തരാം. ഒരു ടെൻഷനും വേണ്ട, സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പഠിക്കാം. GM ആയ സത്യൻ CM ആയി എന്നങ്ങ് പഠിക്കുക. GM ആയ സത്യൻ എന്ത് ചെയ്തു? CM ആയി എന്നങ്ങ് പഠിക്കുക. GM ആയ സത്യൻ CM ആയി എന്നങ്ങ് പഠിക്കുക. ഈസി കോഡാണ്. ഇതിൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, സത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്പുര പർവ്വതനിരകളെ സൂചിപ്പിക്കുന്നു. സത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്പുര പർവ്വതനിരകളെ സൂചിപ്പിക്കുന്നു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിനെ സൂചിപ്പിക്കുന്നു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിനെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, GM ആയ സത്യൻ CM ആയി എന്നങ്ങ് പഠിക്കുക. ഇതിൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, സത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്പുര പർവ്വതനിരകളെ സൂചിപ്പിക്കുന്നു. സത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്പുര പർവ്വതനിരകളെ സൂചിപ്പിക്കുന്നു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ് ആണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്രയും പറഞ്ഞത്. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ LGSന്റെ ടോപ്പിക്കായി നമ്മൾ നോക്കിയത്. അതും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് LGSന്റെ 2ാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് സമയം ഇനി വളരെ കുറവാണ്. എല്ലാ സുഹൃത്തുക്കളും വീഡിയോ കാണുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.